അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് പുതിയ സിഒയെ നിയമിക്കാനായി വിജ്ഞാപനം പുറത്തിറക്കി. സിഒയുടെ ഉത്തരവാദിത്തം ജനറൽ സെക്രട്ടറിയിൽ നിന്നും മാർഗനിർദ്ദേശം തേടുകയും ട്രസ്റ്റ് നൽകുന്ന ചുമതല അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണെന്ന് രാമക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര പറഞ്ഞു. സിഇഒ സ്ഥാനത്തേക്കുള്ള അപേക്ഷകർക്ക് സാമ്പത്തിക മേഖലയിലോ ഭരണകാര്യങ്ങളിലോ 20 വർഷത്തെ മുൻപരിചയം വേണം. ബിരുദധാരിയും ഹിന്ദുമത വിശ്വാസിയുമായിരിക്കണം. ക്ഷേത്രഭരണത്തിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. 3 വർഷത്തേക്കാണ് നിയമനം. ഇക്കാലയളവിൽ അയോധ്യയിൽ താമസിക്കണം. അപേക്ഷ സമർപ്പിക്കാൻ ഈ മാസം 18 വരെയാണ് സമയം. 3-അംഗ സിഇഒ തെരഞ്ഞെടുപ്പ് സമിതിയാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. അതേസമയം സിഇഒ ഉണ്ടാകുമ്പോൾ അദ്ദേഹമാണ് കാര്യങ്ങളുടെ എല്ലാം മേൽനോട്ടം വഹിക്കുകയെന്ന് രാമക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര പറഞ്ഞു. സിഇഒയുടെ ഉത്തരവാദിത്വം ജനറൽ സെക്രട്ടറിയിൽ നിന്ന് മാർഗനിർദ്ദേശം തേടുകയും ട്രസ്റ്റ് നൽകുന്ന ചുമതല അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. ട്രസ്റ്റ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാമക്ഷേത്രത്തിൽ ഭക്തരുടെ എണ്ണം കുറയുന്നെന്ന പ്രചാരണത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. आपको मालूम है कि मैं अन्य कार्यों के कारण जो बैठक 6 तारीख को थी मैं आ नहीं सका था. यद्यपि आप लोगों ने चला दिया कि मैं आया, फिर कुछ लोगों ने कहा वर्चुअल जुड़ गए हैं, लेकिन ना मैं आया था ना मैं वर्चुअली जुड़ा था. और जो निर्णय ट्रस्ट ने किया होगा, लेकिन आप विश्वास माने किसी प्रकार की कोई उप समितियां और समितियों में जो बाईलॉज हैं उन्हीं का तो अनुपालन होगा. ജൂലൈ 22-ന് നടക്കുന്ന രാമമന്ദിർ ട്രസ്റ്റിന്റെ യോഗത്തിൽ സിഇഒ നിയമനം ഉൾപ്പെടെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ജനം, ഡൽഹി.